ഹലോ ഗൈസ്, അങ്ങനെ 2024 ക്രിസ്മസ് വെക്കേഷൻ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് വളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാൻറ്റസി അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. അപ്പം ഇതിന് മുൻപ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തോ എൻ്റെ മെമ്മറി ഫുള്ളായതുകൊണ്ട് തന്നെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത സമയത്ത് തന്നെ കുറേ ക്ലിപ്സും കാര്യങ്ങളും ഇതിൽ നിന്ന് കട്ടായി. മാത്രമല്ല എൻ്റെ സൗണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുത്ത സൗണ്ടും വേറെ മ്യൂസിക് ആഡ് ചെയ്തൊക്കെ ഒന്ന് മിക്സായിട്ട് എല്ലാം ഒന്ന് കൊളമായി പോയി എന്ന് പറയില്ല, സത്യം പറയല്ലേ. അങ്ങനെ വീണ്ടും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല കുറേ ക്ലിപ്സും കാര്യങ്ങളും ഒന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ എത്തി നമ്മൾ ടിക്കറ്റിലെടുത്ത് ഫസ്റ്റ് കയറിയിരിക്കുന്ന ഒരു വെൽക്കം ചെയ്യാനുള്ള റൈഡാണ് കേട്ടോ അത്. അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയാനൊരു കിളി പറക്കുന്നതായിരുന്നു, ഒരു തലകറങ്ങുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അങ്ങനെ നേരെ കയറി ചെന്നപ്പം ആ കാണുന്ന റെഡിന് അപ്പുറത്തുള്ളായിരുന്നു നമുക്ക് കയറാനുള്ള ഫസ്റ്റ് റൈഡ്. അപ്പം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റൈഡിലോട്ട് കയറാനാണ്. അപ്പോൾ ഇതിനകത്ത് പ്രഗ്നൻ്റ് ആയ ലേഡീസ്, അതുപോലെ വയസ്സായവർ, കുട്ടികൾ ഇവരൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ മോളെ എടുത്ത് ഏട്ടൻ വെളിയിൽ നിൽക്കുകയാണ്. ഞാൻ കുറേ കാലം ഇങ്ങനത്തെ പാർക്കിലും കാര്യങ്ങളൊക്കെ പോയിട്ട്, അപ്പം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഇവിടെയുള്ള എല്ലാ റൈഡും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൈഡ് ഞാൻ ചാടി കയറിയിരുന്നു. ബട്ട് ഒന്നും പറയാനില്ല, ഈ പോകുന്നതും ഈ ടക്ക് എന്ന് പറഞ്ഞ് കയറുന്ന കയറ്റവും നല്ല കിളി പാറുന്നൊരു സാധനമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ റൈഡിന് പോയി എത്തിയതിന് ശേഷം ഏട്ടനും കയറിയിരുന്നു. അപ്പം മോളൻ്റെ കയ്യിലായിരുന്നു ഉള്ളത്. ഞങ്ങൾ പോകുന്ന സമയത്ത് പുറത്തിരുന്ന് ആൾ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ കേട്ടില്ല, ബട്ട് ഞാൻ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിയണത് ഈ സംഭവം. അപ്പം ആൾ കയറിയപ്പം എനിക്ക് സമാധാനമായി. പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും റൈഡിന് പോവാണ്. ലാസ്റ്റ് അവർ ഇത് പറന്നെത്തിയിട്ടുണ്ട്. അപ്പം എക്സ്പീരിയൻസിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് ഏട്ടൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം പോയിട്ട് നിൽക്കിയിരുന്നു. ആ ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. വീണ്ടും നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു റൈഡിൽ കയറാനാണ്. ഇതും പറഞ്ഞ പോലെ ഹൈറ്റ് ഉള്ളവർക്ക് കയറാൻ ഹൈറ്റിന് പ്രശ്നമുള്ളവർക്കൊക്കെ കയറാൻ പറ്റാത്തൊരു റൈഡാണ് കേട്ടോ. ഇങ്ങനെ മേലോട്ട് നമ്മൾ ആദ്യം പതുക്കെ കൊണ്ടുപോയിട്ട് ഒറ്റയടിക്കാണ് ഇവർ തള്ളി താഴെ ഇടുന്നത്. അപ്പം ഈ കയറിക്കൊണ്ടിരിക്കുമ്പം നല്ല പേടിയാണ് ഉള്ളിൽ. നിങ്ങൾ ഈ വീഡിയോ ചരിച്ച് കാണേണ്ടി വരും. കാരണം ഞാനല്ല വീഡിയോ എടുക്കുന്നത്, കണ്ണടച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. ഈ ഇറക്കമാണ് സഹിക്കാൻ കഴിയാത്തൊരു സാധനം. അങ്ങനെ ഇതിലും കുട്ടികൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് മോളെടുത്ത് ഞാൻ പുറത്തുനിന്നു. പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഏട്ടൻ കയറാണ്. അങ്ങനെ വീണ്ടും അത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. താഴെ ഇറങ്ങുമ്പോൾ ആഹാ പൊളി. പിന്നെ ഈ ഒരു കങ്കാരു റൈഡിലാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറിയിട്ട് പറഞ്ഞ പോലെ ഞാൻ ഇത്രയും പേടിച്ച റൈഡ് വരെ ഭയങ്കര സ്പീഡാണ്. നമ്മൾ അവർക്ക് പോകുമ്പോൾ കുഴപ്പമൊന്നും കാണില്ല, ബട്ട് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ ഇത്. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോഴും ജാൻവിയായിട്ട് നമ്മൾ കയറി. ജാൻവിക്കും ചെറിയൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. അവൾ ഒറ്റയ്ക്കൊന്നും പല റൈഡ്സിനും ചെയ്യാറില്ല. ബട്ട് നമ്മൾ രണ്ടുപേരും കയറിയിരുന്നു. അപ്പോൾ എന്തോ ഒരു കാര്യം അവൾ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കണ്ടപ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. കാരണം അവൾ ഫസ്റ്റ് ടൈമാണ് അപ്പയുടെയും അമ്മയുടെ ഹെൽപ്പില്ലാതെ റൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ നല്ല വെയിലും ചൂടുള്ളതോട് തന്നെ നമ്മൾ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പം എൻ്റെ ഐസ്ക്രീം ജാൻവി കൊണ്ടുപോയ പരാതിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഒരു അക്വേറിയം സെക്ഷനിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഒന്നും പറയാനില്ല, എനിക്ക് എത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു അക്വേറിയം. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, ബട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ എത്തിയപ്പോൾ പല പല രീതിയിലുള്ള മീനുകളെയും കാര്യങ്ങളെയും കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഇവറ്റുകളുടെ പേരും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ബിക്കോസ് ഞാനൊരു പെറ്റ് ലവറല്ല. പെറ്റ് ലവർ മീൻസ് ഒരു അഡിക്റ്റഡ് പേഴ്സൺ അല്ല. ബട്ട് ചേട്ടനൊക്കെ ഓരോരോ ഫിഷിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ പോകുന്ന പിള്ളേർ വരെ ഭയങ്കരമായിട്ട് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന യെല്ലോ ഫിഷസിൽ അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ക്ലിപ്സൊക്കെ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഇത് വലിയ വലിയ മീനുകളാണ്.
സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പേരും കാര്യങ്ങളും അറിയില്ല. കണ്ട് ഞാൻ ആസ്വദിച്ച് നിൽക്കും. പെറ്റുകൾ പറഞ്ഞ പോലെ തന്നെ അവരെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ലാണ്ട് ഒന്നിനെ ഞാൻ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല. എന്തോ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അത് ഇതുപോലെ തന്നെ ഒരു അടിപൊളിയുള്ള കാര്യമായിരുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഇത്രയും ക്ലാരിറ്റി ഒന്നും നമ്മൾ വീഡിയോയിൽ കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മളൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ പോയത് ഈ ഒരു സെക്ഷനിലോട്ടാണ്. ഇവിടെ കുറേ മീനുകളുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് മീനുകളെ ഞാൻ ഇതിന് മുൻപ് ഊട്ടിയിൽ കൊടൈക്കനാൽ ഒരു പാർക്ക്, ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ പോയ സമയത്ത് ഇത്ര മീനുകളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫർസിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഓരോന്നിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്തൊക്കെയോ അവന് മീനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്നും ചേട്ടനും അവനും കൂടി ഭയങ്കര ഡിസ്കഷനായിരുന്നു ആ ഫിഷുകളെ കുറിച്ചൊക്കെ. അങ്ങനെ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലും ഇവർ കൊടുത്തിരിക്കുന്ന വാട്ടർ കണക്ഷനാണ്. അപ്പം ഇവർ നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെയും അവർ കുറച്ച് ചെറിയ ചെറിയ മീനുകൾ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എങ്ങോട്ടാണിത് പോയിട്ട് എൻഡ് ചെയ്യുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല. ഇതാണ് അക്വേറിയത്തിലെ ലാർജ് സെക്ഷനായിട്ട് വരുന്നത്. ഇവിടെ ആകെ കുറച്ച് മീനുകളേ ഉള്ളൂ. ഒരു വൈറ്റ് കളറിലുള്ള കുറച്ച് മീനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ഓടിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളും അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൈഡിങ്ങിനായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഞാൻ കയറാൻ പോകുമ്പോഴത്തേക്കും അവർ ആളുകളെ ഇറക്കി വിടെയിരുന്നു. ലാസ്റ്റ് കയറിയപ്പോൾ നമ്മൾ 2 പേര് മാത്രമായിരുന്നു ഈ റൈഡിലുണ്ടായിരുന്നത്. സോ ഭയങ്കര ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ട് വന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ മറ്റുള്ള ആളുകൾ കയറുമ്പോൾ വലുതായിട്ട് തോന്നിയില്ല. ബട്ട് ഞാൻ കയറിയിരുന്നപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായത്. പിന്നെ നമ്മൾ എക്കാലത്തെയും ക്ലാസിക് റൈഡിലാണ്, യന്ത്രൂഞ്ഞാലിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫാൻറ്റസിയ പാർക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലാണ്. അപ്പം ഈ യന്ത്രത്തിൽ കയറി കഴിയുമ്പോൾ ടോപ്പിൽ നല്ല രീതിക്ക് ഇവിടുത്തെ വ്യൂ മുഴുവനായിട്ടും കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ടോപ്പിലാണ്. നല്ല ഒരു പച്ചപ്പ് ഹരിതാപം നിറഞ്ഞൊരു ഏരിയ ആണ്. അപ്പം നല്ലൊരു രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ കുട്ടികളും എല്ലാവരും ഇതിൽ അലൗഡാണെങ്കിലും അത്ര സ്പീഡാണ്. കുറച്ച് നേരം ആ യന്ത്രം ഊഞ്ഞാൽ നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കുറച്ചൊന്ന് സ്പീഡ് കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂടുന്നില്ലേ എന്നൊരു ഡൗട്ടും ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ റൈഡിൽ പോയി കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് കോസ്റ്റ് ഹൗസിലോട്ടാണ്. കുട്ടികൾ അലൗഡ് അല്ലാത്തതുകൊണ്ടും പിന്നെ എനിക്ക് തീരെ പേടിയില്ലാത്തതുകൊണ്ടും ഞാൻ പുറത്തിരുന്നു. ബട്ട് ആളെന്നെ കയറ്റി നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10D സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പൂളിലോട്ടാണ്. ഈ 10D സ്ക്രീനിങ് ഒരു 5 മിനിറ്റ് ആയിരുന്നു അതിൻ്റെ ഡ്യൂറേഷൻ ടൈമും കാര്യങ്ങളും. ജാൻവിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ അവളെ എടുത്ത് പുറത്തു നിന്നു. അതിനുശേഷം ചേട്ടനും കയറി കണ്ടു. അപ്പോൾ ഒരു 3:30 സമയത്താണ് വാട്ടർ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വാട്ടർ ഗെയിം ആയിരുന്നു ഇത്. വാട്ടർ ഗെയിമല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പൂളിൽ ഇറങ്ങി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കയറാൻ ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഞാനൊരു 5th നിന്നും കണ്ണൂർ വിസ്മയ പാർക്കിലോട്ട് ടൂർ പോയ സമയത്ത് ഈ ഒരു സാധനത്തിൽ കയറി പോയപ്പോൾ ഞാൻ അങ്ങനെ പൂളിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ വന്നുകൊണ്ട് ഞാൻ പിന്നീട് ഒരിക്കലും പോവാറില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു റൈഡിൽ കയറുന്നത്. അതും ചേട്ടൻ എന്നെ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് പോയിട്ടാണ് കേട്ടോ. ബട്ട് കയറി കഴിഞ്ഞപ്പം എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. കയറുന്ന സമയത്തായിരുന്നു ചെറിയൊരു പേടിയുണ്ടെങ്കിലും പിന്നെ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ റൈഡ്സും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് മിസ്സായി, എടുക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ജാൻവിക്ക് ഫീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര അതും വെള്ളത്തിലൊക്കെ കളിച്ചു തിമിർത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ നിന്നും വീട്ടിലോട്ട് 2-2.5 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റ് ഒരു കടയിൽ നിർത്തി അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡറാക്കി. ലൈറ്റായിട്ടൊന്ന് കഴിക്കാനാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ അവിടുത്തെ മെനു ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ഐഡിയ ടോട്ടലി മാറി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബീഫും കപ്പയായിരുന്നു പറഞ്ഞത്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ജാൻവി ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അവൾക്ക് ചൂടായിട്ട് അങ്ങനെ കഴിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഫ്രൈയും കൂടാതെ താറ ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബീഫും കപ്പയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ ഇവർ തട്ടുദോശയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ചിക്കൻ ഫ്രൈയും കൂടി പറഞ്ഞു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഇന്നൊരു ഫൺ ഡേ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്